ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതിയ വർഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഹാപ്പിനെസ് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കണേ ക്യാൻസറിന് വേണ്ടിയിട്ട് ഒരു ജാനുവരി മന്ത്ലി റീഡിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ്ങുമാണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടി. നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്, നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ജാനുവരി 2026 ആദ്യത്തെ മാസം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. ജാനുവരി മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങളുടെ 10 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ പാസ്റ്റിൽ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി ഏസ് ഓഫ് കപ്സ്, നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി ജഡ്ജ്മെൻറ്റ്, നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം 7 ഓഫ് കപ്സ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് 7 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങളുടെ എന്താണ് സർപ്രൈസ് ഫാക്ടർ, ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്, എന്താണ് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ക്യാൻസർ ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഓവറോൾ എനർജി കാണുന്നത്. 10 ഓഫ് പെൻറ്റിക്കിൾസ് ആക്ച്വലി ഒരു സ്റ്റേബിൾ ഫിനാൻഷ്യൽ എനർജിയാണ്, കുറേ അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, മാരേജിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചായിരിക്കും നിങ്ങളുടെ ഈ മാസത്തിൻ്റെ എനർജി. അതിലാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത്. എന്തോ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ചേഞ്ചസിൻ്റെ എനർജി കാണാണ്ട്. ലവേഴ്സ് എനർജി ഇവിടെ ജെമിനി എനർജിയാണ്. കുറേ പാഷനറ്റ് എനർജിയാണ് ലവേഴ്സ്. പക്ഷേ എന്തോ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ മാരീഡ് ആണ് വെച്ചാൽ എന്തോ ഒരു വലിയ മാറ്റം ഞാൻ കാണുന്നുണ്ട്. ഇതൊരു എൻഡിങ്ങും ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചോയ്സ് ഉണ്ട് രണ്ടാൾക്കാരുടെ ഇടയ്ക്ക്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പാസ്റ്റിലെല്ലാം ഒരു സ്റ്റേബിൾ എനർജി ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ ലൈഫിലെല്ലാം ഒരു സ്ലോ റുട്ടീൻ മാതിരി ഒരു എനർജി അങ്ങനെ ആയിരുന്നു മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. എല്ലാം ഒരു ഡിസിപ്ലിൻ വേയിൽ മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ചില ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ചില ബ്ലോക്സ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിൽ. ഈ ബ്ലോക്സ് ഉള്ളത് ഒരു ഫയർ സൈൻ്റെ കൂടെയാണ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോണും കാണാണ്ട്. അപ്പോൾ ഇവിടെ 2 ആൾക്കാരെ കാണാണ്ട്. എന്താണ് ഈ 5 സോഡ്സ്? കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ കലീഗ്സ് ആവാം ഓഫീസിൽ. അതുമല്ല വെച്ചാൽ റിലേഷൻഷിപ്പിൽ ചില നെഗറ്റീവ് കാര്യങ്ങൾ, ചില നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ എനർജി ഞാൻ കാണുന്നത് നല്ല ഒരു ബിഗിനിങ്, ഒരു പുതിയ ലവ് എനർജിയാണ്, ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതൊരു പുതിയ പേഴ്സൺ ആവാം നിങ്ങളുടെ ലൈഫിൽ വരുന്നു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, നിങ്ങളുടെ ഓൾറെഡി ലൈഫിൽ വേറൊരു പാർട്ട്ണർ ഉണ്ട് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വരാൻ പോകുന്നുണ്ട്. 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു കുറേ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ പേഴ്സണാണ്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ട്, ഒരു ഡിസപ്പോയിൻമെൻറ്റ് ഞാൻ കാണുന്നുണ്ട്. എന്താണ് ഈ ഡിസപ്പോയിൻമെൻറ്റ് ഇവിടെ ഉള്ളത്? 9 ഓഫ് കപ്സ്, നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റും ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിസപ്പോയിൻമെൻറ്റും ഉണ്ടാവുന്നുണ്ട്. എന്താണ് ഇങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് എനർജീസ് കാണുന്നത്? അപ്പോൾ 4 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ.
അപ്പോൾ ക്യാൻസർ എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഞാൻ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ കുറേ ഹാപ്പി ആയിരുന്നു, പക്ഷെ സഡൻലി കാര്യങ്ങൾ ചേഞ്ച് ആവുന്നു. ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു മാറ്റം വന്നപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇങ്ങനെ ഡിസ്ഇൻട്രസ്റ്റഡ് ആയിരിക്കണു. അപ്പോൾ എന്താ ഈ ചേഞ്ച് വരണേന്ന് മനസ്സിലാവാത്തത്? എന്താ വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് കോളാണ് എടുക്കണേ. നിങ്ങൾ എന്തോ ഒരു സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാനാണ് നോക്കണത്. ക്വീൻ ഓഫ് കപ്സ്, ഇത് ആദ്യം നിങ്ങളുടെ തന്നെ എനർജിയാണ്. 5 ഓഫ് കപ്സ്, ഇവിടെ ഒരു ലോസിൻ്റെ എനർജിയാണ്. അപ്പോൾ എവിടെയോ ഇവിടെ ഒരു ലോസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ബ്രേക്കപ്പിൻ്റെ എനർജി കാണാണ്ട്, നിങ്ങൾക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത എനർജി കാണാണ്ട്. പക്ഷേ ഇത് ഒരു പോയിന്റിൽ നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടായിരുന്നു പ്രേ ചെയ്യണ്ടായിരുന്നേ. പക്ഷെ അത് വന്നപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു ഡിസപ്പോയിൻമെൻറ്റും വരുന്നുണ്ട്. അതുകൊണ്ട് ഫ്യൂച്ചറിലും ഞാൻ കാണുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞ ഒരു വിഷമമല്ലത്, അത് വർക്കൗട്ട് ചെയ്തില്ല എന്ന്. ആ വിഷമമുണ്ട് നിങ്ങളുടെ മനസ്സിൽ, പക്ഷെ നിങ്ങൾ എന്തോ ലെറ്റ് ഗോ ചെയ്യണു, ഒരു സിറ്റുവേഷനെ എൻഡ് ചെയ്യണു. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 7 ഓഫ് കപ്സ് ആണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്, കുറേ ടെംപ്റ്റേഷൻസ് ഉണ്ട്, കുറേ കൺഫ്യൂഷനും ഉണ്ട്. ഈ ഓപ്ഷൻസ് ടെംപ്റ്റേഷൻസ് ഒക്കെ എന്താണ്? അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങൾ എവിടെയോ ജോലി ചെയ്യേണ്ട വെച്ചാൽ അവിടെ ഒരു പുതിയ പേഴ്സൺ ഇല്ല വെച്ചാൽ നിങ്ങളുടെ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു അട്രാക്ഷൻ ഞാൻ കാണുന്നു. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂസ്ഡ് എനർജിയിൽ നിങ്ങൾ ഉള്ളത്. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ്, ഇല്ല വെച്ചാൽ വേറെ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ ഇതൊരു തേർഡ് പാർട്ടി പേഴ്സൺ ആയിരിക്കാം. ആൻഡ് ആ സിറ്റുവേഷനും മുമ്പോട്ട് പോകുന്നില്ല, അതിലും എന്തോ ഒരു എൻഡിങ് ഉണ്ടാവുന്നുണ്ട്. ആൻഡ് അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ സിറ്റുവേഷനിൽ സഡൻലി കാര്യങ്ങൾ സ്റ്റാഗ്നൻ്റ് ആവണോ, മുമ്പോട്ട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് ഉള്ളത് ഇവിടെ യൂണിവേഴ്സ് പറയണത് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ്. എന്തെന്നാണ് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള അഡ്വൈസ് കിട്ടിയാണ്? നിങ്ങളോട് യൂണിവേഴ്സ് ഇപ്പോൾ ഒന്നും ഒരു ആക്ഷൻ എടുക്കണ്ട എന്നാണ് പറയണേ, അഡ്വൈസ് തരണേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഫോർ സോത്, എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബ്രേക്ക് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനുള്ള പ്ലാൻ ഉണ്ട് വെച്ചാൽ യൂണിവേഴ്സ് പറയേണ്ടത് ഇപ്പോൾ ഒന്നും ആക്ഷൻ എടുക്കണ്ട. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു മെൻ്റലി ഒരു ബ്രേക്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. കുറേ സ്ട്രെസ് എടുക്കണു, നിങ്ങൾ കുറേ ആങ്സൈറ്റി ഉണ്ട്, കുറേ ടെൻഷൻ എടുക്കണു. അപ്പോൾ ഈ സെപ്പറേഷൻ, നിങ്ങൾ എന്തോ ഒരു സെപ്പറേറ്റഡ് എനർജിയാണ്, ഇല്ല വെച്ചാൽ ബ്രേക്കപ്പ് എനർജിയിലാണ് വെച്ചാൽ യൂണിവേഴ്സ് നിങ്ങളോട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് പറയണേ. കുറച്ചൊരു ബ്രേക്ക് എടുത്ത് ക്ലിയറായി മനസ്സിൽ ഒരു ഡിസിഷൻ എടുത്തിട്ട് മതി എന്തെങ്കിലും മുമ്പോട്ട് പോകാനുള്ള പ്ലാൻ ഉണ്ടാക്കുക. എന്താ വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കണത്, തീരുമാനം എടുക്കണത് ഒരു ഇമോഷണലായിട്ടാണ് തീരുമാനം എടുക്കണത്, അതിൽ ക്ലാരിറ്റി ഇല്ല. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്, കുറേ പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് ഇവിടെ അഡ്വൈസ് വന്നിരിക്കണേ. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്, ഇവിടെ ഒരു ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെ ആയിരിക്കും, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കൂടെ സെപ്പറേഷൻ ആവാം. എന്തായാലും ഇവിടെ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ തുടക്കം. ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ റൊമാൻറ്റിക് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ എന്തോ ചില പാസ്റ്റിൻ്റെ ബാഗേജ് നിങ്ങളെ റിലീസ് ചെയ്യണു. ഓക്കെ, അപ്പോൾ ഈ മാസം കുറേ ട്രാൻസ്ഫോർമേഷണൽ മന്താണ്. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ ചേഞ്ച് ആവണു നിങ്ങളുടെ ലൈഫിൽ. ഔട്ട്കം ഞാൻ കാണുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ്. അപ്പോൾ ഇത് നിങ്ങളുടെ തന്നെ എനർജിയാണ്. ചില തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ഉണ്ട്, വർക്കിൻ്റെ എനർജി ഉണ്ട്, പക്ഷെ ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ്ങും കാണാണ്ട്. അപ്പോൾ ജസ്റ്റിസിൻ്റെ എനർജിയാണ് ഇത്. കാർമിക് ബാലൻസ്ഡ് എനർജിയാണ്. ആരെങ്കിലും നിങ്ങളോട് ശരിയായി ഒരു പറഞ്ഞ ബിഹേവിയർ വൈസ് അവരുടെ ശരിയായിരുന്നില്ല വെച്ചാൽ അവർക്ക് അവർ ചെയ്ത കാര്യത്തിന് അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടും. പക്ഷേ ഇത് നിങ്ങളാണ് ചീറ്റ് ചെയ്ത് വെച്ചാൽ
നിങ്ങൾക്കും അതുപോലെ ഇത് ബാധിക്കും. അപ്പോൾ സൂക്ഷിക്കണം. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിസിഷൻ എന്താ എടുക്കണം, തീരുമാനം എന്താ എടുക്കണം വെച്ചാൽ സൂക്ഷിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. എന്താ വെച്ചാൽ ഈ മാസം കുറേ ഒരു കാർമിക് ജസ്റ്റിസിൻ്റെ മന്താണ്. എന്താ നിങ്ങൾ ചെയ്യുക വെച്ചാൽ ഉടനെ നിങ്ങൾക്ക് അതിൻ്റെ കർമ്മ കിട്ടും. അങ്ങനെ തന്നെ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു എന്തെങ്കിലും വെച്ചാൽ ആ പേഴ്സണും അവരുടെ ചെയ്ത കാര്യത്തിന് അവർക്ക് അതിൻ്റെ കർമ്മ കിട്ടും. അപ്പോൾ സൂക്ഷിച്ചിട്ട് വേണം എല്ലാം തീരുമാനം എടുക്കുക. ഞാൻ കാണുന്നത് ഇവിടെ എന്തോ ഡിവോഴ്സിൻ്റെ എനർജിയും ഉണ്ട്, മാരേജിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതും നിങ്ങളുടെ മാരേജിൻ്റെ കാര്യത്തിലാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഒറക്കിൾ മെസ്സേജ് എടുക്കാം. ക്യാൻസർ, ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് ജെമിനി, ലീബ്ര, സ്കോർപ്പിയോ ഉണ്ട്, കുറേ ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ഫയർ സൈൻസും ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസും കാണാറുണ്ട്. അപ്പോൾ ഏതും വേണിച്ചാൽ സൈൻ ആവാം. നിങ്ങൾക്ക് മെസ്സേജ് വന്നിരിക്കണേ യുവർ കമ്മിറ്റ്മെൻറ്റ് ഇസ് ബീങ് ടെസ്റ്റഡ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിന് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ നിങ്ങളുടെ മാരേജിന് വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റ് ഇല്ല വെച്ചാൽ ഈ പേഴ്സൻ്റെ അടുത്തുള്ള കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റ്, എല്ലാത്തിനും ഒരു ടെസ്റ്റ് മാതിരിയാണ് ഈ മാസം. അപ്പോൾ ക്യാൻസർ, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്നു. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.